പവിത്രത്തിലാണെങ്കിൽ അങ്ങനെ നമ്മുടെ അനിയൻകുട്ടനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അനിയൻകുട്ടൻ തലകറങ്ങി വീഴുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വിക്രവും വേദയും പേടിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണെങ്കിൽ നമ്മുടെ അനിയൻകുട്ടനെ ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടിയാണല്ലോ അവരിത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ സഹിച്ച് ഇവിടെ ഇടുക്കിയിൽ വന്ന് താമസിക്കുന്നത്. അനിയൻകുട്ടനിൽ നിന്നും അവർക്ക് വേണ്ട സത്യമറിയാനും അനിയൻകുട്ടൻ്റെ ജീവൻ അപകടത്തിലാവാതിരിക്കാനും വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്ന് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതിനിടയിലാണെങ്കിൽ അനിയൻകുട്ടനെ ആശുപത്രിയിലെത്തിക്കാനായിട്ട് സേതുവും കൂടുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയുണ്ട്. ഡോക്ടറും അവിടേക്ക് വന്നെത്തുന്നുണ്ട്. ഒടുവിൽ അനിയൻകുട്ടന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനിയൻകുട്ടനാണെങ്കിൽ ബോധം തിരികെ വരികയും അനിയൻകുട്ടൻ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോഴച്ഛനാണെങ്കിൽ ആ സന്തോഷ വാർത്ത വിക്രത്തെ വന്ന് അറിയിക്കുന്നുണ്ട്. അതായത്, വിക്രം, വേദ, നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ച മാതിരി തന്നെ സംഭവിച്ചു. നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നാലെ തന്നെ വേറൊരു നല്ല കാര്യം വന്നു എന്ന് പറയുന്നു. എന്താച്ചോ അനിയൻകുട്ടൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അനിയൻകുട്ടന് ഒന്നും പറ്റിയിട്ടില്ല. അനിയൻകുട്ടൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അവന് ഓർമ്മ തിരികെ ലഭിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അത് കേട്ടതും അവർക്ക് രണ്ടാൾക്കും വളരെയധികം സന്തോഷമാകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് അവർ ചെല്ലുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അങ്ങനെ അനിയൻകുട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് അനിയൻകുട്ടനോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതേ സമയമാണെങ്കിൽ അനിയൻകുട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, അതെ വിക്രം, വേദ, എൻ്റെ മുൻപിൽ വെച്ചാണ് പുളിക്കനെ ഇല്ലാതാക്കിയത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഇവിടെ വിക്രം ചോദിക്കുന്നുണ്ട്, ആരാ അനിയൻകുട്ട, ആരാ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരുമല്ല വിക്രം, അതായത് നിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠൻ തന്നെയാണ്, അതായത് ശ്രീകാന്താണ് എന്ന് പറയുന്നു. അത് കേട്ടതും വേദയും വിക്രവും ഒന്നും ഞെട്ടുന്നൊന്നുമില്ല. അവർക്കറിയാം ശ്രീകാന്ത് അല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ലെന്ന് വേദയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ആ പേരൊന്ന് കിട്ടാൻ വേണ്ടിയാണ് അനിയൻകുട്ടൻ്റെ ജീവനും കൂടാതെ വിക്രത്തിന് എതിരെയായിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ അവർക്ക് തെളിയിച്ചെടുക്കണം, ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് വകവരുത്തണം. അതിനും വേണ്ടിയാണ് അനിയൻകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നോക്കുന്നത്. അനിയൻകുട്ടൻ്റെ ജീവൻ അപകടത്തിലായതുകൊണ്ട് തന്നെ അനിയൻകുട്ടനെ സംരക്ഷിക്കേണ്ടത് വിക്രത്തിൻ്റെ ആവശ്യമായതുകൊണ്ടും നമ്മുടെ വിക്രമാണെങ്കിൽ അനിയൻകുട്ടനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഒടുവിൽ അനിയൻകുട്ടൻ സത്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അനിയൻകുട്ടനെയാണെങ്കിൽ ചേർത്ത് പിടിക്കാനായിട്ട് വിക്രം ശ്രമിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നീ ജീവിച്ചിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്, തെളിവും കാര്യങ്ങളൊക്കെ നീ കൊടുക്കണം, തെളിവ് വേണം, നമുക്കെന്തായാലും ഇടുക്കിയിൽ നിന്നും നാളെ തിരിച്ച് ഇറങ്ങാം എന്ന് പറയുന്നത് കാണാം. ഇതേ സമയം ഞാൻ എവിടെ വേണമെങ്കിലും പറയാടാ, എനിക്കിപ്പോൾ നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ തിരികെ വന്നു, ഇപ്പോൾ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ലാടാ എന്ന് പറയുന്ന കാഴ്ച കാണാൻ കഴിയും. എന്തായാലും നീ ഒന്നുകൊണ്ടും പേടിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാം പ്രശ്നവും പരിഹരിക്കാമെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അനിയൻകുട്ടനിൽ നിന്നും വേണ്ട സത്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രവും വേദയും ഇടുക്കിയിലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് തിരികെ പോകാനായിട്ടൊരുങ്ങുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. സേതുവിനോട് അതിനെക്കുറിച്ച് പറയുന്നൊരു കാഴ്ചയുണ്ട് കേട്ടോ. ഇതേ സമയം സേതു ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ മടങ്ങുമോ അതോ നീ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സേതു, ഇന്ന് തന്നെ മടങ്ങില്ല, നാളെ രാവിലെ പോവുകയുള്ളൂ. ഞങ്ങൾക്ക്, അതായത് വേദയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നടപ്പിലാക്കിയതിന് ശേഷമേ പോവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ
എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സേതു കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ സേതുവിൻ്റെ അടുത്ത് വേദയാണെങ്കിൽ പറയുന്നുണ്ട്, അതായത് എനിക്കിവിടുത്തെ ഒരു പരിപാടി കൂടണമെന്നുണ്ട്, ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നു, ഡാൻസും പാട്ടും ഒക്കെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനിയൻകുട്ടനെ വകവരുത്താൻ ജോബി എത്തുന്നു എന്ന് കാണാൻ കഴിയും. അതിനിടയിൽ ഒരു അടിപൊളി ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട് എന്ന് നമുക്ക് കാണാം. കൂടാതെ തന്നെയാണെങ്കിൽ വിക്രത്തിൻ്റെയും വേദയുടെയും ജീവൻ അടക്കം അപകടത്തിൽപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നൊരു കാഴ്ചയും കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.